കാർഷിക സമൃദ്ധിയുടെ ഓർമ്മ പുതുക്കി മലയാളികൾക്ക് ഇന്ന് വിഷുദിനം. നന്മയിലേക്കുള്ള ഉണർവാണ് വിഷു. രാവിനും പകലിനും ഒരേ ദൈർഘ്യമുള്ള ദിനം. സമത്വത്തിന്റെ അടയാളം. മറ്റൊരു വിളവെടുപ്പുത്സവം. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആവശ്യകതയെപ്പറ്റിയും നാട്ടു സംസ്കാരത്തിന്റെ വീണ്ടെടുപ്പിനെ പറ്റിയുമൊക്കെ മലയാളിയെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഓരോ വിഷുദിനവും. എനിക്കാവതില്ലേ പൂക്കാതിരിക്കാൻ, എനിക്കാവതില്ലേ കണിക്കൊന്നയല്ലേ, വിഷുക്കാലമല്ലേ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ. വിഷുവിന്റെ വരവറിയിച്ച് പൂത്തുലഞ്ഞു നിൽക്കുന്ന കണിക്കൊന്നകൾ, വിരുന്നെത്തുന്ന വിഷുപക്ഷികൾ, കായ്ച്ചു നിൽക്കുന്ന മാവും പ്ലാവുമടക്കമുള്ള ഫലവൃക്ഷങ്ങൾ. ഐതിഹ്യങ്ങൾക്കപ്പുറം മലയാളിയുടെ വിളവെടുപ്പുത്സവമാണ് വിഷു. തുല്യമായത് എന്നാണ് വിഷു എന്ന വാക്കിന്റെ അർത്ഥം. രാത്രിയും പകലും തുല്യമായ ദിനം. സമത്വമാണ് വിഷുവിന്റെ സന്ദേശം. മേടം 1-നാണ് വിഷുദിനം. പഴയ കാർഷിക കലണ്ടർ പ്രകാരം മേടം 1-നാണ് വർഷാരംഭം. വിഷു പുതുവത്സരമായി കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ടാണ്. നരകാസുരൻ ശ്രീകൃഷ്ണനാൽ വധിക്കപ്പെട്ട ദിനത്തിന്റെ ആഘോഷമെന്നാണ് ഒരു ഐതിഹ്യം. രാവണവധത്തെ തുടർന്ന് സൂര്യൻ നേരെ ഉദിച്ചു തുടങ്ങിയതിന്റെ ആഘോഷമെന്നാണ് മറ്റൊരൈതിഹ്യം. വിഷുദിനത്തിൽ വിഷുക്കണിയൊരുക്കി കുടുംബത്തിലുള്ളവരെ അത് കാണിക്കാനുള്ള ചുമതല മുതിർന്നവർക്കാണ്. പ്രകാശവും ധനവും ഫലങ്ങളും ധാന്യങ്ങളും ചേർന്ന വിഷുക്കണി കണ്ടുണർന്നാൽ ഐശ്വര്യസമൃദ്ധമായ കാലം വന്നു ഭവിക്കുമെന്നാണ് വിശ്വാസം. വിഷുക്കൈനീട്ടം, വിഷുസദ്യ, വിഷുക്കളി തുടങ്ങി വിഷുവുമായി ബന്ധപ്പെട്ട നിരവധി ആചാരങ്ങളുണ്ട്. വിഷുക്കട്ട, വിഷുക്കഞ്ഞി, വിഷുപുഴുക്ക് തുടങ്ങി വിഷുവുമായി ബന്ധപ്പെട്ട ചില നാടൻ വിഭവങ്ങളുമുണ്ട്. പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചും നാട്ടു സംസ്കാരത്തിലേക്കുള്ള തിരിച്ചുപോക്കിനെക്കുറിച്ചും സമത്വത്തെപ്പറ്റിയും ഓർമ്മിപ്പിക്കുന്നതിനൊപ്പം ഭാവിയെപ്പറ്റിയുള്ള ശുഭപ്രതീക്ഷകളും വിഷു പങ്കുവെക്കുന്നു. നന്മയിലേക്കുള്ള ഒരു കണി കണ്ടുണരലാണ് അത്. തിന്മയ്ക്കുമേൽ നന്മയുടെ വിജയമാണത് ഘോഷിക്കുന്നത്. Research Desk 24.